ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കേരളത്തിൽ ഏറ്റവും അധികം വിൽപ്പനയുള്ള ബൈക്കുകളിൽ ഒന്നാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക്. എല്ലാത്തരം ആളുകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വാഹനം. ബുക്ക് ചെയ്ത മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ ബൈക്ക് കയ്യിൽ കിട്ടുന്നത്. സാങ്കേതികമായി റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണ്. ബുള്ളറ്റ് വാങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസിക് ലുക്കുള്ള ബൈക്കുകളാണ് റോയൽ എൻഫീൽഡിൻ്റേത്. ക്ലാസിക്, ഇലക്ട്ര, സ്റ്റാൻഡേർഡ്, തണ്ടർബേർഡ്, കോണ്ടിനെന്റൽ GT, ഹിമാലയൻ തുടങ്ങിയ ബൈക്കുകളുമുണ്ട് എൻഫീൽഡ് നിരയിൽ. ജപ്പാനീസ് ബൈക്കുകളുടെ പെർഫോമൻസ് ആഗ്രഹിച്ചാണെങ്കിൽ ഒരിക്കലും റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകൾ തിരഞ്ഞെടുക്കരുത്. വേഗപ്രിയർക്ക് വേണ്ടിയുള്ളതല്ല, മികച്ച റൈഡിംഗ് ഒരനുഭവമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി രൂപപ്പെടുത്തിയിരിക്കുന്നത് ആണ് ബുള്ളറ്റ്. റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ കൂടപ്പിറപ്പാണ്. യാത്രാസുഖം തന്നെയാണ് ബുള്ളറ്റിന്റെ പ്രധാന സവിശേഷത. ദൂരയാത്രകളിൽ ക്ഷീണം കുറവായിരിക്കും. ഹൈവേകളിലും ബുള്ളറ്റ് മികച്ചതാണ്. എന്നാൽ ചെറിയ ട്രാഫിക് ബ്ലോക്കുകളിൽ കട്ടി കൂടിയ ക്ലച്ചും ഭാരം കൂടുതലും അല്പം ബുദ്ധിമുട്ട് സമ്മാനിക്കും. ബുള്ളറ്റ് ഉപയോഗിച്ച് ശീലിച്ചാൽ മറ്റു ബൈക്കുകളിലെ യാത്ര ഇഷ്ടപ്പെടില്ല. ചെറിയ എഞ്ചിനുകളുള്ള വാഹനങ്ങളെ റോയൽ എൻഫീൽഡ് ബൈക്കുകളുമായി താരതമ്യം ചെയ്യരുത്. 35 മുതൽ 45 കിലോമീറ്റർ വരെയാണ് റോയൽ എൻഫീൽഡ് 350cc ബൈക്കുകളുടെ മൈലേജ്. പെട്ടെന്നുള്ള ആക്സിലറേഷനും അനാവശ്യമായ ബ്രേക്കിങ്ങും ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും എല്ലാം മൈലേജിനെ കാര്യമായി ബാധിക്കും. റോയൽ എൻഫീൽഡ് ബൈക്ക് കൈകാര്യം ചെയ്യുന്നത് അനുസരിച്ച് മൈലേജ്. ചെറു ബൈക്ക് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ചാൽ മൈലേജ് കുറയുമെന്നത് തീർച്ച. അലോയ് വീലിന്റെ ഈ കാലഘട്ടത്തിലും ബുള്ളറ്റിൽ ഇപ്പോഴും ഉള്ളത് പഴയ മോഡൽ സ്പോക്ക് വീലുകൾ തന്നെ. പ്രധാനമായും ഓഫ് റോഡ് റൈഡുകൾക്ക് വേണ്ടിയുള്ളതാണ് സ്പോക്ക് വീലുകൾ. എളുപ്പത്തിൽ നന്നാക്കാനാകും എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ അലോയ് വീലുകളെ അപേക്ഷിച്ച് സ്പോക്കുകൾക്ക് യാത്രാസുഖം കൂടുതലുണ്ട്. എന്നാൽ വൃത്തിയാക്കാൻ പ്രയാസമാണ് എന്നത് ബുള്ളറ്റ് പ്രേമികളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പൊതുവെ ബുള്ളറ്റിന്റെ പാർട്സുകൾക്ക് തുരുമ്പ് പിടിക്കുമെന്നത് പരാതിയുണ്ട്. എന്നാൽ ആഫ്റ്റർ മാർക്കറ്റായി ഫിറ്റ് ചെയ്യുന്ന ക്രാഷ് ഗാർഡ് പോലുള്ള ഭാഗങ്ങൾക്ക് മാത്രമേ തുരുമ്പ് പിടിക്കൂ എന്നതാണ് ബുള്ളറ്റ് പ്രേമികളുടെ അഭിപ്രായം. പൂർണ്ണമായും ഉരുക്കിലാണ് ബുള്ളറ്റിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ പരിചരണം പോലെയിരിക്കും തുരുമ്പ് പിടിക്കുന്നത്. സർവീസാണ് റോയൽ എൻഫീൽഡ് ബൈക്ക് ഉപഭോക്താക്കൾക്ക് പ്രധാനമായും നേരിടുന്ന പ്രശ്നം. മറ്റു നിർമ്മാക്കളുടെ ബൈക്കുകൾ ഏത് 2 വീലർ വർക്ക്ഷോപ്പുകളിലും നന്നാക്കാമെന്നിരിക്കെ റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകൾ നന്നാക്കാൻ അറിയാവുന്നവർ കുറവാണ്. കമ്പനി സർവീസ് സെന്ററുകളിലെ സർവീസിനെ പറ്റി മോശം അഭിപ്രായം ഒട്ടുമിക്ക ബുള്ളറ്റ് ഉപഭോക്താക്കൾക്കും ഉണ്ടാകും. ബുള്ളറ്റ് വാങ്ങണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.